നമസ്കാരം. സ്ത്രീ സമത്വത്തിനു വേണ്ടി എപ്പോഴും വാദിക്കുന്ന CPM ഒരു കാരണവശാലും സ്ത്രീകളുടെ നേതൃത്വം അംഗീകരിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇതിന് നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി നാട് ഭരിക്കും എന്നൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു CPMന് 1980-കളിൽ. കൃത്യമായി പറഞ്ഞാൽ 1987 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KR ഗൗരിയമ്മയായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് CPMനകത്ത് നിന്ന് പോലും ചില കിംവദന്തികൾ ഉയരുകയുണ്ടായി. എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും അട്ടിമറിച്ചുകൊണ്ട് അന്ന് EK നായനാരാണ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റത്. KR ഗൗരിയമ്മയെ കൃത്യമായി തന്നെ തഴയുകയായിരുന്നു. നാളിതുവരെയും കേരളത്തിൽ CPMന് ഒരു വനിതാ മുഖ്യമന്ത്രിയെ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട അവസ്ഥ. സ്ത്രീ സമത്വത്തിനു വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് CPM എന്ന് ഘോരഘോരം പറയുമ്പോഴും CPMനകത്ത് ഉയർന്നു വന്നിട്ടുള്ള വനിതാ നേതാക്കളെ വെട്ടിയരിഞ്ഞ് തള്ളുവാൻ, മൂലക്കിരുത്തുവാൻ CPM എന്നും വ്യഗ്രത കാണിച്ചിട്ടുണ്ട് എന്നുള്ള നേർസാക്ഷ്യങ്ങളാണ് നാളിതുവരെയും CPMന്റെ മുന്നിലുള്ളത്, കേരളത്തിൻ്റെ മുന്നിലുള്ളത്. സുശീല ഗോപാലനും ഇതുപോലെ തന്നെ വെട്ടി ഒതുക്കപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തന്നെയാണ്. ഒരു വേള സുശീല ഗോപാലന്റെ പേര് കഴിഞ്ഞ കാലങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് CPMൽ നിന്ന് തന്നെ ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ അന്നും വില്ലനായി രംഗത്തെത്തിയത് അഥവാ മുഖ്യമന്ത്രിയായത് EK നായനാർ തന്നെയായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ CPM ഒരു കാലത്തും ഒരു വനിതാ നേതാവിനെ CPMന്റെ മുകൾ തട്ടിൽ പ്രതിഷ്ഠിക്കുവാൻ തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ്. നാളിതുവരെയായും CPMന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഏതെങ്കിലും ഒരു വനിത ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യവും പ്രസക്തം തന്നെയാണ്. ഒരിക്കലും നാളിതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ KK ശൈലജ എന്ന ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. എന്നാൽ അവരായിരിക്കും നമ്മളുടെ മുഖ്യമന്ത്രി എന്നൊരു ചൊല്ല് അന്ന് കേരളത്തിൽ കേട്ടിരുന്നു. CPMനകത്ത് നിന്നും അങ്ങനെ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. മാത്രമല്ല, രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ പിണറായി വിജയൻ ഒഴികെ ബാക്കി ആരും തന്നെ പഴയ മുഖങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിമാരാരും തന്നെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ ഉണ്ടായിരുന്നില്ല എന്നൊരു വൈചിത്ര്യം കൂടി പിണറായി വിജയൻ മന്ത്രിസഭയ്ക്കുണ്ടായിരുന്നു. അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിലുണ്ടായിരുന്ന KK ശൈലജയെ പോലെ പേരെടുത്ത മന്ത്രിമാരോ അല്ലെങ്കിൽ അത്തരം നേതാക്കളോ രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും ജയിച്ചെത്തിയ വീണ ജോർജിനെ മന്ത്രിയാക്കുവാൻ വേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ പേരെടുത്ത ശൈലജ ടീച്ചർ വെട്ടി ഒതുക്കുകയായിരുന്നു. ഇതിൻ്റെ പ്രധാന കാരണം പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിൽ പേരില്ലാത്ത ആളായി മാറിയിരുന്നു അപ്പോഴേക്കും KK ശൈലജ ടീച്ചർ എന്നുള്ളതാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വർണം കായ്ക്കുന്ന മരമായാലും അത് തലയ്ക്ക് മീതെ വന്നാൽ വെട്ടിമാറ്റും എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. ഇത് തന്നെയാണ് പിണറായി വിജയനും ശൈലജ ടീച്ചറുടെ കാര്യത്തിൽ കൈക്കൊണ്ട തീരുമാനം എന്ന് വേണം മനസ്സിലാക്കാൻ. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ഏറ്റവും മികച്ച മന്ത്രി എന്ന രീതിയിൽ പേരെടുത്ത ശൈലജ ടീച്ചർ കൂടുതൽ ജനകീയയാകുന്നു, കൂടുതൽ ജനസ്വാധീനമുള്ള നേതാവായി മാറുന്നു എന്ന തിരിച്ചറിവ് പിണറായി വിജയനെ അസ്വാരസ്യപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിൽ നിന്നും ആ ബുക്കിൽ നിന്നും KK ശൈലജ ടീച്ചറുടെ പേര് വെട്ടിമാറ്റുകയായിരുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ KK ശൈലജ ടീച്ചർക്ക് ഇടമുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. എന്നാൽ അവിടം കൊണ്ടൊന്നും കാര്യങ്ങൾ തീരുന്നില്ല. പിന്നീട് KK ശൈലജയെ ഏതു വിധേനയും, അതായത് തൻ്റെ തലയ്ക്ക് മീതെ വളർന്നു വരുന്ന സ്വർണം കായ്ക്കുന്ന മരമായാലും തനിക്കത് ഭീഷണിയാകും എന്ന് കണ്ടറിഞ്ഞ പിണറായി വിജയൻ CPMനുള്ളിൽ തൻ്റെ തലയ്ക്ക് മീതെ മറ്റൊരു ശക്തി, മറ്റൊരു നേതാവ് വളരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയം ഉണ്ടായിരുന്ന പിണറായി വിജയൻ KK ശൈലജയെ വെട്ടി ഒതുക്കുവാൻ വേണ്ടി വേറെയും ചില മാർഗങ്ങൾ ഉണ്ടാക്കി. അതായത് ഇനി ഒരിക്കൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് ഒരു വിജയം ഉണ്ടാവുകയാണെങ്കിൽ, ഒന്നുകൂടി വ്യക്തമാക്കിയാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് മുൻകൈ കിട്ടുകയാണെങ്കിൽ മന്ത്രിസഭ രൂപീകരിക്കുവാൻ ഒരു
ഇടവരികയാണെങ്കിൽ തീർച്ചയായും അന്ന് മുഹമ്മദ് റിയാസിനെ, അതായത് മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കുക, അതും ന്യൂനപക്ഷത്തിൽ നിന്നുള്ളൊരു മുഖ്യമന്ത്രി ആയിരിക്കണം എന്നൊരു താല്പര്യമുണ്ടാക്കി അത്തരം ഒരു ചിന്ത CPM-നകത്ത് വളർത്തിയെടുത്ത് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കുവാൻ പിണറായി വിജയൻ നടത്തിയ ചില കള്ളക്കളികൾ കൂടി ഇതിനകത്ത് കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്നും ശൈലജ ടീച്ചറെ CPM-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചതും 8 നിലയിൽ തോൽപ്പിച്ചതും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടയാളപ്പെടുത്തുന്നത്. ശൈലജ ടീച്ചറെ വടകരയിൽ നിർത്തിയത് തോൽപ്പിക്കുവാൻ വേണ്ടി തന്നെയായിരുന്നു. മാത്രമല്ല CPM-നകത്ത് നിന്ന് ശൈലജ ടീച്ചറെ പുറത്തേക്ക് ഉള്ള വാതിൽ തുറന്നു കൊടുക്കുവാൻ വേണ്ടി തന്നെയായിരുന്നു. ഇതിന് കൃത്യമായ പല നീക്കങ്ങളും പിന്നീട് നടത്തുകയുണ്ടായി. വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KK ശൈലജ ടീച്ചറിന്റെ അശ്ലീല വീഡിയോ ഉണ്ട് എന്നൊരു പരാമർശം അത് ടീച്ചറിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഇലക്ഷൻ കമ്മിറ്റിയുടെ PRO ടീമോ അല്ലെങ്കിൽ CPM-ന്റെ PRO ടീമോ സൈബർ സഖാക്കളോ ശൈലജ ടീച്ചറെ കൊണ്ട് അത്തരത്തിൽ പറയിപ്പിക്കുകയുണ്ടായി. ഇത് കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, ഒരു ഗൂഢോദ്ദേശം അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അതായത് ശൈലജ ടീച്ചറിനെ കൊണ്ട് ഇത്തരത്തിലൊന്ന് പറയിപ്പിക്കുക, പിന്നീട് അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കുക, ഇത്തരത്തിലൊരു സംഭവമില്ല എന്ന് വരുത്തി തീർക്കുക, കണ്ടെത്തുക, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ശൈലജ ടീച്ചർ പറഞ്ഞത് അടിസ്ഥാനരഹിതമാണെന്ന് വരുത്തി തീർത്ത് അവരെ അച്ചടക്ക നടപടികളിലൂടെ പാർട്ടിക്ക് പുറത്തേക്ക് നയിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നടത്തിയത്. ഇത് നമ്മൾ കൃത്യമായി തന്നെ കണ്ടറിഞ്ഞു, കേരളം കണ്ടറിഞ്ഞു. കാഫിർ വിവാദമെല്ലാം ഇതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു. ശൈലജ ടീച്ചറിനെതിരെ മത്സരിച്ച ഷാഫി പറമ്പിൽ MLA-ക്കെതിരെ ഒരു കാഫിർ വിവാദം ഉണ്ടാക്കുകയും ഈ കാഫിർ വിവാദത്തിന്റെ ഉത്തരവാദിത്തം ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കളുടെ ചുമലിൽ കെട്ടിവയ്ക്കുവാൻ തന്നെയായിരുന്നു തീരുമാനം. എന്നാൽ കൃത്യമായി പ്ലാൻ ചെയ്ത് ഇത് ശൈലജ ടീച്ചറുടെ ഒരു നിരുത്തരവാദിത്തപരമായ പ്രസ്താവനയായി വരുത്തി തീർത്ത് അവരെ പാർട്ടിക്ക് പുറത്തേക്ക് കൊണ്ടുപോകുക, നയിക്കുക എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയന്റെ ഗൂഢമായ ഉദ്ദേശം. പിണറായി വിജയന്റെ തലയിൽ വിടർന്ന ഈ ആശയം തന്നെയാണ് സൈബർ സഖാക്കൾ അടക്കമുള്ള ആളുകൾ നിർവഹിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് ഹൈക്കോടതി ഇടപെട്ടതിനാൽ മാത്രമാണ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് പോരാളി ഷാജിയെയും സൈബർ സഖാക്കളെയും എല്ലാം കണ്ടെത്തേണ്ടി വന്നത്, റെഡ് വളണ്ടിയേഴ്സിനെയും എല്ലാം പോലീസിന് കണ്ടെത്തേണ്ടതായി വന്നത്. അതായത് പോരാളി ഷാജി, റെഡ് വളണ്ടിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ ചില ആളുകളുടെ FB പേജുകളിൽ നിന്നാണ് ഇത്തരം കാഫിർ പരാമർശമുണ്ടായത്. ഒറ്റ നോട്ടത്തിൽ KK ശൈലജയെ രക്ഷിക്കുവാൻ അല്ലെങ്കിൽ ജയിപ്പിക്കുവാൻ എന്ന തരത്തിൽ ഇറങ്ങിയ ഈ പോസ്റ്റുകൾ അത്രയും KK ശൈലജയെ ബാധിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു. ഷാഫി പറമ്പിൽ MP-യെ ജയിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. അതായത് KK ശൈലജയെ ഏത് വിധേനയും അവിടെ തോൽപ്പിച്ച് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് നടത്തിക്കുക, പിന്തള്ളുക, ജനകീയ അടിത്തറയില്ലാത്ത നേതാവെന്ന് വരുത്തി തീർക്കുക, ജനകീയ സ്വാധീനമില്ലാത്ത KK ശൈലജ ടീച്ചർ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയായിരുന്നു ഇതിന്റെ പുറകിലെ ഗൂഢോദ്ദേശം. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ മത്സരിക്കാൻ പാടില്ല. കാരണം ശൈലജ ടീച്ചർ ആയിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പേ തന്നെ ഒരു ചൊല്ലുണ്ടായിരുന്നു CPM-നകത്തും പുറത്തും. എന്നാൽ അത് കൃത്യമായി തന്നെ കണ്ടറിഞ്ഞ് പിണറായി വിജയൻ അത് വെട്ടിമാറ്റി. അതിനന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്ന മറുപടി, പഴയ മുഖങ്ങൾ ആരും തന്നെ ഇല്ല, മുഖ്യമന്ത്രി ഒഴികെ ബാക്കി രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ വെട്ടിയൊതുക്കി രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ പിണറായി വിജയൻ ഒഴികെ മറ്റൊരു മുതിർന്ന നേതാക്കളും ഉണ്ടായിരുന്നില്ല. ഇത് CPM-നകത്ത് തന്നെ വളരെ അസ്വാരസ്യങ്ങൾക്ക് വഴിവെച്ച സംഭവം തന്നെയായിരുന്നു. എന്നാൽ തിരുവായ്ക്ക് എതിർവായില്ലാതെ ചോദ്യം ചെയ്യാനാവാത്ത ശക്തിയായി CPM-നകത്ത് വളർന്ന പാർട്ടിയെയും ഭരണത്തെയും പിടിച്ചെടുത്ത പിണറായി വിജയൻ അവിടെ വളരുകയായിരുന്നു. പിണറായി വിജയന്റെ ചൊൽപ്പടിക്ക് CPM നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത്. ഫലത്തിൽ ശൈലജ ടീച്ചറെ വടകരയിൽ നിർത്തി തോൽപ്പിക്കുകയായിരുന്നു. CPM എക്കാലത്തും അനുവർത്തിച്ചു വന്നിരുന്ന ഒരു നയം തന്നെയാണ്. CPM-ന്റെ ഗുഡ് ലിസ്റ്റിൽ ഇടം നേടാതെ പോകുന്ന നേതാക്കളെ വെട്ടിയൊതുക്കി മാറ്റിയിട്ടുണ്ട്. MV രാഘവനിൽ നിന്നാണ് CPM-ന്റെ ഈ ചരിത്രം തുടങ്ങുന്നത്. പിന്നീട് KR ഗൗരിയമ്മ, G സുധാകരൻ, അതായത് പാർട്ടിയിൽ നിന്നും G സുധാകരനെ തരം താഴ്ത്തുകയായിരുന്നു. ഇതുപോലെ നിരവധി നേതാക്കളെ ഇങ്ങനെ പാർട്ടിയിൽ നിന്നും ഉന്മൂലനം ചെയ്തതായി നമുക്ക് അറിയാൻ സാധിക്കും. MV രാഘവൻ, KR ഗൗരിയമ്മ, MM ലോറൻസ്, G സുധാകരൻ
സുശീല ഗോപാലൻ തുടങ്ങിയ ആളുകളെ ഇങ്ങനെ തന്നെയാണ് CPM വെട്ടിയൊതുക്കി മൂലക്കിരുത്തിയത്. ഇന്നിപ്പോൾ അവസാനം VS അച്യുതാനന്ദനെ വരെ വെട്ടിയൊതുക്കി പിണറായി വിജയൻ മൂലക്കിരുത്തി എന്ന് തന്നെയാണ് CPM-നകത്ത് നിന്ന് പോലും ചില ആളുകൾ പരാമർശിക്കുന്നത്, രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കൃത്യമായ അജണ്ടയുടെ ഭാഗം തന്നെയാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ പ്രവർത്തിച്ചത്. കാരണം 2024 തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മരുമകനെ, അതായത് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേരളത്തിൽ പിണറായി വിജയൻ ഉപരിയായി ജനസ്വാധീനമുള്ള KK ശൈലജ ടീച്ചർ ഏത് വിധേനയും CPM-ൽ നിന്ന് പുറത്താക്കുക എന്നുള്ള തന്ത്രത്തിന്റെ അടിസ്ഥാന തന്നെയാണ് വടകരയിൽ നിർത്തി മത്സരിപ്പിച്ചതും അവർക്കെതിരെ അശ്ലീല വീഡിയോ പരാമർശങ്ങൾ ഉണ്ടാക്കിയതും അത് ശൈലജ ടീച്ചറെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും കാഫിർ വിവാദം ഉയർത്തുകയും അങ്ങനെ ശൈലജ ടീച്ചറെ പൊതുജനമധ്യത്തിൽ അവഹേളിക്കുവാൻ വേണ്ടി തന്നെയാണ് കൃത്യമായി ആസൂത്രണം ചെയ്ത് വിജയിപ്പിച്ച ഒരു പരിപാടി തന്നെയായിരുന്നു അത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പിണറായി വിജയന്റെ പോലീസ് തന്നെയാണ് ഇപ്പോൾ കാഫിർ വിവാദത്തിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. പോരാളി ഷാജിമാർ പോലുള്ള CPM-ന്റെ സൈബർ പോരാളികളാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇനി CPM-ന്റെ പാർട്ടി സമ്മേളനങ്ങൾ വരുന്നു. കണ്ണൂരിലും മട്ടന്നൂരിലും അതിശക്തമായ വേരുകളുള്ള ശൈലജ ടീച്ചർ തീർച്ചയായും പാർട്ടി സമ്മേളനങ്ങളിൽ തനിക്ക് നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ പറയും. എന്നാൽ കാഫിർ വിവാദവും അശ്ലീല വീഡിയോ പരാമർശങ്ങളും എല്ലാം ഉയർത്തിക്കാണിച്ച് ശൈലജ ടീച്ചറിനെതിരെ അച്ചടക്ക നടപടി കൈക്കൊള്ളുവാനുള്ള തന്ത്രങ്ങളായിരിക്കും CPM മെനയുക. അതുകൊണ്ട് തന്നെ ഇനി വരും കാലത്ത് ശൈലജ ടീച്ചർ പാർട്ടിക്കകത്ത് ഉണ്ടാകുമോ എന്നുള്ള സംശയം തന്നെയാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളായ CPM-കാർ പലരും പറയുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള അപമതിപ്പ് നാണക്കേട് സഹിച്ചുകൊണ്ട് ശൈലജ ടീച്ചർ CPM-ൽ തുടർന്നു പോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ശൈലജ ടീച്ചറുടെ അശ്ലീല വീഡിയോയെക്കുറിച്ചും കാഫിർ വിവാദത്തെക്കുറിച്ചുമെല്ലാം KK ലതിക വരെ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ചില പരാമർശങ്ങൾ ഉന്നയിച്ചതും അത് ശൈലജ ടീച്ചറെ മോശമായി ബാധിച്ചതുമെല്ലാം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കണ്ടറിഞ്ഞത് തന്നെയാണ്. ഇതെല്ലാം കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെ CPM രൂപകൽപ്പന ചെയ്ത് നടത്തിയത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തു തന്നെയായാലും ഇത്രത്തോളം അപമതിപ്പും ലജ്ജയും നാണക്കേടും സഹിച്ചുകൊണ്ട് ഇനി CPM-ൽ തുടരണ്ട എന്ന് തന്നെയായിരിക്കും ശൈലജ ടീച്ചർ എടുക്കാൻ പോകുന്ന തീരുമാനം എന്നാണ് ശൈലജ ടീച്ചറോട് അടുത്ത ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത് തന്നെയാണ് പിണറായി വിജയൻ പക്ഷവും തീരുമാനിച്ചിരുന്നതും ആ അജണ്ട നടപ്പാക്കുക തന്നെയാണ് അവർ ചെയ്യുന്നത്. വരുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ ശൈലജ ടീച്ചറെ കാഫിർ വിവാദത്തിന്റെ പേരിൽ, അശ്ലീല വീഡിയോ വിവാദത്തിന്റെ പേരിലെല്ലാം ശൈലജ ടീച്ചറെ പ്രതിക്കൂട്ടിലാക്കി ശൈലജ ടീച്ചർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിച്ച് അവരെ CPM-ൽ നിന്ന് പുറന്തള്ളുവാനുള്ള ഗൂഢാലോചന നടക്കുന്നതായി തന്നെയാണ് CPM-നകത്ത് നിന്ന് തന്നെ അറിയാൻ സാധിക്കുന്നത്. ഫലത്തിൽ ശൈലജ ടീച്ചർ CPM-ന് പുറത്തേക്ക് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും അത്തരത്തിലൊന്നും ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ സാധിക്കും. ശൈലജ ടീച്ചർ തന്റെ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇനി ഇങ്ങനെ CPM-ൽ തുടരാൻ സാധ്യതയില്ല. അഥവാ CPM-ൽ തുടരുകയാണെങ്കിൽ ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് അവരുണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് സംഭവിക്കുക, ശൈലജ ടീച്ചർ CPM വിട്ടു പോകുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.